അങ്ങനെ അമ്മയുടെ മുട്ടിന് മുറിവ് പറ്റിയതാ. സാരമില്ല. വന്ദനമ്മയ്ക്ക് നല്ല വേദന ഉണ്ടെന്ന് കണ്ടാ അറിയാലോ. എന്തിനാ അങ്ങനെയുള്ള വഴിപാടൊക്കെ നടത്താൻ പോയത്? പറഞ്ഞതാ മോളെ, അനുസരിക്കണ്ടേ? വഴിപാട് വിലക്കിയ വിലക്കുന്നവർക്കും ഉണ്ടാവും അതിന്റെ പാവം. അതുകൊണ്ട് ബലം പ്രയോഗിച്ച് തടയാനൊന്നും പോയില്ല. മോളെ, വഴിപാടുകളൊക്കെ നടത്തിയോ? അല്ല, മുട്ടുകാൽ പ്രദക്ഷിണം ചെയ്തോ? ചെയ്തു. എന്റെ ദേവി, നിനക്ക് നന്ദി. മുട്ടുകാൽ പ്രദക്ഷിണം അഥവാ തുടങ്ങിയാലും മുടങ്ങുമെന്നാ വിചാരിച്ചെ. ഞരമ്പ് മുഴുവൻ വല്ലാതെ വലിഞ്ഞു മുറുകുന്ന വഴിപാടല്ലേ. വേദനയും നീറ്റലും കൊണ്ട് കുറെ കഷ്ടപ്പെടേണ്ടി വരും. അതുകൊണ്ടാണോ അങ്ങനെ ഒരു ഏർപ്പാട് ജോത്സ്യനെ കൊണ്ട് വന്ദനയുടെ തലയിൽ കെട്ടിയേൽപ്പിച്ചത്? മുട്ടുകാൽ പ്രദക്ഷിണത്തെക്കുറിച്ച് അപ്പച്ചിക്കും വിദ്യയിടത്തേക്ക് നല്ല മുൻധാരണ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. വഴിപാട് ഇടയ്ക്ക് വെച്ച് മുടങ്ങിയാൽ ദോഷം, മുടങ്ങിയില്ലെങ്കിൽ കാൽമുട്ടിന്റെ കാര്യം ഒരു ധാരണയാവും. അതായിരുന്നില്ലേ നിങ്ങളുടെ ലക്ഷ്യം? ജോത്സ്യനെ കൊണ്ട് കള്ളം പറയിപ്പിച്ചത് അതിനായിരുന്നില്ലേ? നിർത്ത്. എന്താ അസംബന്ധം ഈ പറയുന്നത്? ജോത്സ്യനെ വരുത്തി പ്രശ്നം വയ്പ് നടത്തിയത് എന്നെ തൊലയ്ക്കാനല്ല, ജഗൻ തൊലയാതിരിക്കാനാ. നമ്മുടെ ഭാവി ജീവിതത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാ ഇവരത് ചെയ്തത്. അവരെ നിന്ദിക്കാൻ ഒരിക്കലും പാടില്ല, പൂജിക്കാ വേണ്ടത്. മതി മോളെ, നീയെങ്കിലും ഞങ്ങളുടെ നല്ല മനസ്സ് കണ്ടല്ലോ, അത് മതി. ജഗ, നീ വിചാരിക്കും പോലെ ഈ കുടുംബം തകർക്കാൻ വന്നവളൊന്നും അല്ല ആനന്ദവല്ലി. നിന്നോടും വന്ദനയോടും കടുത്ത വിദ്വേഷവും വെറുപ്പും ഉണ്ടായിരുന്നു എന്ന കാര്യം ഞാൻ സമ്മതിക്കുന്നു. ബോധം കെട്ടുകിടന്ന വന്ദനയെ താലി കെട്ടിയല്ലേ നീ ഭാര്യയായി സ്വീകരിച്ചത്.